ഹായ് എവരിവൺ. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സീക്വൻസും സീരീസും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കേരള സിലബസിൽ 10th സ്റ്റാൻഡേർഡിലൊക്കെ വരുന്നതാണ് സമാന്തര ശ്രേണികൾ. അതുതന്നെയാണ് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഓരോ ടേംസ് A1 A2 A3 അങ്ങനെയുള്ള ഓരോ ടേംസ് എക്സെട്ര AN എക്സെട്ര അങ്ങനെ പോകുന്ന കുറേ ടേംസ് അതിന് ഈ ഒരു ഫോമിൽ എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്, സീക്വൻസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സീക്വൻസ്. അപ്പോൾ അതിന് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം. അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ്, ആദ്യം ടേം ഉണ്ടാവും, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ആഡ് ചെയ്ത് പോകുന്നതിനാണ് എന്ത് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ an+1 = an+d n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഇങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ നമുക്ക് പൊതുവായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഇത്രയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും, അതായത് ഒരു ആദ്യ പദം ഫസ്റ്റ് ടേം, അത് ഒരു ടേം. ഇനിയുള്ള അങ്ങോട്ടുള്ള ടേംസൊക്കെ എങ്ങനെയാണ്, അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസും ഒരു കോൺസ്റ്റൻറ്റ് ടേം ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതാണ്. ഒരു ഡി ആഡ് ചെയ്തു, ഇവിടുന്ന് ഒരു ഡി ആഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടെത്തും, ഇവിടുന്ന് ഒരു ഡി ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേമിലോട്ടെത്തും. അങ്ങനെ ഓരോ ടേമിലോട്ടും എങ്ങനെയാണ് ഓരോ ഡി ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് ടേമിനെ എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ടേം തന്നെ, ഫസ്റ്റ് ടേമിന് പ്രത്യേകിച്ച്, അതായത് ഫസ്റ്റ് ടേം അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അതുപോലെ ഓരോ കോൺസ്റ്റൻറ്റ് ടൈം ആഡ് ചെയ്ത് പോകുന്നതാണല്ലോ, അതിന് ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും. അതിനെന്താണ് വിളിക്കുന്നത്, കോമൺ ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസ് ആ ഒരു നെയിമിൽ തന്നെ ഉണ്ടല്ലോ, ഇതിനിടയിലുള്ളൊക്കെ ഒരു ഡിഫറൻസ് കോമൺ, ആ ഒരു അർത്ഥത്തിൽ. അപ്പോൾ അതിനെ കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചു. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരു ഫസ്റ്റ് ടൈമും ഒരു കോമൺ ഡിഫറൻസും. അത് വെച്ചാണ് നമുക്ക് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും പറയാൻ സാധിക്കും. ഒരു ഫസ്റ്റ് ടൈമും ഒരു കോമൺ ഡിഫറൻസുമാണ് അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഫസ്റ്റ് ടേം അതിലേക്ക് ഡി ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതാണ് ഓരോ ടേംസും ലഭിക്കുന്നത്. അപ്പോൾ ജനറലി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ റെപ്രസെൻറ്റേഷൻ പഠിക്കുന്നൊന്നുമില്ല, അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യം വരെ ഇങ്ങനത്തെ ഓരോന്നായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്, ഫസ്റ്റ് ടേം ആണെങ്കിൽ രണ്ടാമത്തെ ടേം എന്താണ്, അതിക്ക് ഡി ചേർത്തത്, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു, A+d. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് A+2d, നാലാമത്തെ എന്ന് പറയുന്നത് A+3d, അങ്ങനെ എക്സെട്ര പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ടേംസ് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A, രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ A+1d, മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് A+2d. അതായത് മൂന്നാമത്തെ ടേം വരുമ്പോൾ ഇവിടെ 2, എല്ലാത്തിലും ഒരു A+ എന്നുണ്ട്. അപ്പോൾ നമുക്കൊരു nth ടേം എങ്ങനെ എഴുതാൻ പറ്റും, nth ടേം എഴുതുമ്പോഴും എന്തായിരിക്കും, an = ഒരു A+ എന്നുണ്ടാവും. അതായത് എല്ലാ ടേമിലും ഒരു A+ എന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു A+0d എന്ന് കൺസിഡർ ചെയ്തൂടെ. ഒന്നാകുമ്പോൾ A+0d, രണ്ടാമത്തെ ടൈം ആകുമ്പോൾ A+1d, മൂന്നാമത്തെ ടൈം ആകുമ്പോൾ A+2d. അങ്ങനെ ആകുമ്പോൾ nth ടൈം എന്ന് പറയുന്നത് A+ എന്നുണ്ടാവും. 3 ആകുമ്പോൾ 2, 4 ആകുമ്പോൾ 3, അങ്ങനെയാണെങ്കിൽ n ആകുമ്പോൾ n-1, n ആകുമ്പോൾ എന്ത്, n-1. അങ്ങനെയാണ് nth ടേം എന്ത് വരുന്നത്, an = A+n-1d. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ, ഇനി അരിത്തമെറ്റിക് പ്രോഗ്രസ് എന്ന്, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രസ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രസ് എന്നുള്ളത് ചുരുക്കി എഴുതുമ്പോൾ A.P. ഇങ്ങനെയാണ് എഴുതുന്നത്, A.P. ഇനി ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു AP എന്നൊക്കെ പറയും. അതായത് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു APയുടെ nth ടേം എന്താണ്, A+n-1d. ഒരു APയുടെ nth ടേം എന്ന് പറയുന്നത് A+n-1
n-1 ഇടി. അതെങ്ങനെ വരുന്നത് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു എ പിയുടെ nth ടേം എന്ന് പറയുന്നത് a പ്ലസ് n-1 ഇടി. അതായത് ഈ ഒരു സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത് a പ്ലസ് n-1 ഇടി. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു എ പിയുടെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ എല്ലാ ടേമിലേക്കും ഒരു കോൺസ്റ്റൻറ്റ് ടൈം ആഡ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ ടൈമിലേക്കും ഒരു കോൺസ്റ്റൻറ്റ് ടൈം, ഇപ്പോൾ ഒരു കെ എന്നൊക്കെ വിചാരിക്കുക, എ പ്ലസ് ഡി പ്ലസ് കെ അങ്ങനെ എക്സെട്ര എന്നുള്ളത്, എല്ലാ ടൈമിലേക്കും ഒരു കോൺസ്റ്റൻറ്റ് ടൈം ആഡ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്ന സീക്വൻസും ഒരു എ പി തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? അതിനൊരു ഫസ്റ്റ് ടൈം ഉണ്ട്, ഒരു കോമൺ ഡിഫറൻസും ഉണ്ട്. അതായത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് എന്താണ് വേണ്ടത്? ഒരു ഫസ്റ്റ് ടൈമും ഒരു കോമൺ ഡിഫറൻസും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു എ പി ആയിരിക്കും. അപ്പോൾ എല്ലാ ടൈമിലേക്കും ഒരു കോൺസ്റ്റൻറ്റ് ടൈം ആഡ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്നു എന്താണ്, ഒരു എ പി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കെ എന്നുള്ളത് നമുക്ക് എന്തുമായിട്ട് വിചാരിക്കാം, അതൊരു കോൺസ്റ്റൻറ്റ് ടൈം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കെ ഒരു പോസിറ്റീവായിട്ട് വിചാരിക്കുമ്പോഴാണ്. ഇനി എല്ലാ ടൈമിലേക്കും എല്ലാ ടൈമിൽ നിന്നും ഒരു കോൺസ്റ്റൻറ്റ് ടൈം കുറക്കുകയാണെങ്കിൽ, അതായത് ഈ കെ നമ്മളൊരു നെഗറ്റീവായിട്ട് വിചാരിച്ചാൽ എന്തായിരിക്കും, അപ്പോഴും ലഭിക്കുന്നത് എന്തായിരിക്കും, ഒരു എ പി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറലി നമുക്കൊരു എ പ്ലസ് കെ എന്ന് എഴുതാം. കെ പ്ലസ്സോ മൈനസോ ആയാലും ലഭിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എ പി തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ടൈമിലേക്കും ഒരു കോൺസ്റ്റൻറ്റ് ടൈം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ടൈമിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് ടൈം സബ്ട്രാക്ട് ചെയ്യുക ചെയ്താലും ലഭിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എ പി തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതുപോലെ എല്ലാ ടൈമിനെയും ഒരു കോൺസ്റ്റൻറ്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, കെ ഇൻറ്റു എ, കെ ഇൻറ്റു എ പ്ലസ് ടി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ലഭിക്കുന്നത് എന്തായിരിക്കും, ഒരു എ പി തന്നെ ആയിരിക്കും. അതുപോലെ എല്ലാ ടേംസിനെയും ഒരു കോൺസ്റ്റൻറ്റ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ ടേംസിനെയും ഒരു കോൺസ്റ്റൻറ്റ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ലഭിക്കുന്നതും ഒരു എ പി തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്താൽ മനസ്സിലാവും. ഒരു കോൺസ്റ്റൻറ്റ് ടൈം വരുമ്പോൾ നമ്മളൊരു കെ എന്ന് എടുക്കുക, എന്നിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക, അപ്പോൾ ഒരു എ പി തന്നെ ലഭിക്കും. അതുപോലെ ഡിവൈഡ് ചെയ്യുന്ന കേസിൽ അതെന്താവരുത്, 0 ആകരുത്. ഡിവൈഡ് ചെയ്യുന്ന കേസിൽ ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 0 ആകരുത്. അല്ലാത്ത കേസിലൊക്കെ അതൊരു എ പി ആയിരിക്കും. നമ്മൾ എ പിയുടെ ഈ സീക്വൻസിൻ്റെ ഇത് എന്ത് പറഞ്ഞു, nth ടൈം എന്ന് പറയുന്നത് an = a പ്ലസ് n-1 ഇടി. അപ്പോൾ ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീരീസ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ പറഞ്ഞ ഒരു സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു സീരീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതേ പ്ലസ് ഇത് അങ്ങനെയുള്ള, അപ്പോൾ ആ ഒരു സീരീസിൻ്റെ സമ്മ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. അതായത് സം ടു n ടേംസ് ഓഫ് ആൻ എ പി, ഒരു എ പിയുടെ n ടേംസിൻ്റെ സമ്മ് എന്നുള്ള എസ് എന്ന് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, SN = n/2 × 2a പ്ലസ് n-1 ഇടി, n/2 × 2a പ്ലസ് n-1 ഇടി. എയും ഡിയും ഒക്കെ എന്താ നമുക്ക് അറിയാമല്ലോ. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പോൾ SN = n/2 × 2a പ്ലസ് n-1 ഇടി, അല്ലെങ്കിൽ ഈക്വൽ ടു n/2 × a പ്ലസ് an. അപ്പോൾ ഏത് ഫോർമുലയാണോ അവിടെ സൗകര്യം, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇതിലേതാണോ ചെയ്യാൻ എളുപ്പം, അതായത് ഫസ്റ്റ് ടൈമും nth ടൈമും തന്നിട്ടാണെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. അതുപോലെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉപയോഗിച്ച്, ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ അത് അവിടുത്തതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെയാണ് സം ടു n ടൈംസ് ഓഫ് ആൻ എ പി വരുന്നത്. സം ടു n ടൈംസ് ഓഫ് ആൻ എ പി SN = എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ഫോർമുല. SN = ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് സം ടു n ടൈംസ്, അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീരീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ സീരീസിൻ്റെ സമ്മ് കാണണമല്ലോ, സം ഓഫ് സീരീസ്, അതായത് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് n ടേംസിൻ്റെ സം എന്താണെന്നുള്ളതാണ് അതിൻ്റെ ഫോർമുലയാണ് ഇത്. അപ്പോൾ അതാണ് അരിത്തമെറ്റിക് സീക്വൻസിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, ഒരു എ പിയുടെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കുക. പിന്നുള്ള ടേംസൊക്കെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. അതായത് അടുത്ത ടൈം ഇട്ടാണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ്, അതായത് ഓരോ ടൈമും ലഭിക്കുന്ന എന്താണ്, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. പിന്നെ അടുത്ത ടൈം അപ്പോൾ അതിലേക്കൊരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, പിന്നെ അടുത്ത് ലഭിക്കണമെങ്കിൽ ഒരു ഡിയും കൂടി ആഡ് ചെയ്യുക, അങ്ങനെ ലഭിക്കുന്നതാണ് എന്ത്, എ പി എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ nth ടൈം നമുക്കിവിടെ നോക്കിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഡിറൈവ് അല്ല, ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. nth ടൈം എന്ന് പറയുന്ന ഒരു a പ്ലസ് n-1 ഇടി രൂപത്തിലുള്ളതാണ്. അതുപോലെ SN ഈ ഒരു ഫോർമുലയും അറിഞ്ഞിരിക്കും, n/2 × 2a പ്ലസ് n-1 ഇടി, അല്ലെങ്കിൽ n/2 × a പ്ലസ് an. അപ്പോൾ അതൊക്കെയാണ് എ പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എ പിയിൽ വരുന്ന വേറൊരു കാര്യമാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്.
ഇനി അടുത്ത അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് പറയാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് എ ബി എന്നുള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ളൊരു നമ്പർ ഇടുകയാണ്. എ ബി ഒരു ക്യാപിറ്റൽ ലെറ്റർ എ എന്നിടുകയാണ്. പക്ഷെ എന്താണ് കണ്ടീഷൻ? ഈ ഒരു അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ലഭിക്കുന്ന എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു എ പി ആയിരിക്കണം. ഈ എ ബി എന്ന് പറയുന്നത് ഒരു എ പി ആയിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റും. അതായത് നമുക്ക് എ പിയുടെ ഇതറിയാം. എല്ലാം ഒരു ടേമിൽ അതിൻ്റെ തൊട്ട് പുറകുള്ള ടേം കുറച്ച് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഏത് എ പിയിലെ ഏത് ടേമും അതിൻ്റെ തൊട്ട് പുറകുള്ള ടേം കുറച്ചാൽ ലഭിക്കുന്നതൊക്കെ ഈക്വൽ ആയിരിക്കും. അതെന്താണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ എ മൈനസ് എ എന്തായിരിക്കും? എ മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എ. ബി മൈനസ് എ മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എ. ഈ എ ഇങ്ങോട്ട് വരുമ്പോൾ എ പ്ലസ് എ ഈക്വൽ ടു എ പ്ലസ് ബി, അല്ലെങ്കിൽ 2a ഈക്വൽ ടു എ പ്ലസ് ബി, എ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. ഈ ഏനാണ് എന്ത് വിളിക്കുന്നത്? അരിത്തമെറ്റിക് മീൻ എന്ന് വിളിക്കുന്നത്. ഈ ഏനെയാണ് അരിത്തമെറ്റിക് മീൻ എന്ന് വിളിക്കുന്നത്. രണ്ട് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ. അതായത് അതിൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് നമ്പേഴ്സിനിടയിൽ എ ഇടുക, അപ്പോൾ അതൊരു എ പി ആയിരിക്കണം. അപ്പോൾ അത് അങ്ങനെ അറിഞ്ഞിരിക്കണം എന്നില്ല. ഇത് ഈ ഒരു ഫോർമുല അറിഞ്ഞാൽ മതി. രണ്ട് നമ്പേഴ്സ് തന്ന് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ്? എ പ്ലസ് ബി ബൈ 2. എ പ്ലസ് ബി ബൈ 2 രണ്ട് നമ്പേഴ്സ് തന്ന് എ പ്ലസ് ബി ബൈ 2 ആണ് അരിത്തമെറ്റിക് മീൻ പറയുമ്പോൾ അതിന് ശരിക്കുള്ള ആവറേജിനായിട്ട്, അതായത് ഈ രണ്ട് എൻ്റെയും ബീൻ്റെയും ആവറേജാണ് എന്ത്? എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നത്. എൻ്റെയും ബീൻ്റെയും ആവറേജാണ് എ പ്ലസ് ബി ബൈ 2. അത് തന്നെയാണ് അരിത്തമെറ്റിക് മീനായിട്ടും വരുന്നത്. അപ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ആണ് രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അരിത്തമെറ്റിക് സീക്വൻസ്, അതിൻ്റെ പ്രോപ്പർട്ടി അല്ലാതെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ടൈം ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ nth ടേം എ പ്ലസ് എൻ മൈനസ് 1d. അതുപോലെ സം ഓഫ് എൻ ടേംസ് n/2 × 2a പ്ലസ് എൻ മൈനസ് 1d, അല്ലെങ്കിൽ n/2 × a പ്ലസ് an. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. അത് എ പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീന്. രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി തന്നിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താണ്? എ പ്ലസ് ബി ബൈ 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.